അങ്ങനെ നീണ്ട 18 വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ലാലേട്ടനും മമ്മൂക്കയും ഒന്നിച്ച് അഭിനയിച്ച സിനിമ പാട്രിയോട്ട് അല്ലേ. ഈ പടത്തിന്റെ അഭിപ്രായം ഞാൻ പറയുമ്പോഴത്തേക്ക് എനിക്ക് രണ്ട് മോഡ് ഉണ്ടാവും. ഒന്ന് അമ്പി മൂഡിൽ ഞാൻ ഏറ്റവും ആദ്യം സംസാരിക്കാം, പിന്നെ എനിക്ക് അന്യൻ മൂഡിലേക്ക് എനിക്ക് പോകേണ്ടി വരും. കാരണം രണ്ട് മൂഡിൽ പറഞ്ഞാൽ ഈ പടത്തിന്റെ റിവ്യൂ പൂർണ്ണമാകത്തുള്ളൂ. പടം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആവറേജ് എബോ ആവറേജ് പരിപാടിയായിട്ടാണ് പേഴ്സണൽ എനിക്ക് ഫീൽ ചെയ്തത്. അതായത് 3 മണിക്കൂറാണ് പടത്തിന്റെ ലെങ്ത്. അപ്പോൾ ഫസ്റ്റ് ഹാഫ് ആകുമ്പോഴത്തേക്ക് നമ്മൾ വിചാരിക്കും പടത്തിൽ എന്തൊക്കെയോ വലിയ സാധനമൊക്കെ വരാനുണ്ട്, വലിയൊരു ഒരു ഐറ്റം ഇങ്ങനെ കിടപ്പുണ്ടെന്ന് നമ്മൾ വിചാരിക്കും. അത്യാവശ്യം നല്ലൊരു കിഡിലൻ ഇന്റർവൽ ബ്ലോക്ക് ഒക്കെ വരും, സംഭവമൊക്കെ ഓക്കെയാണ്. അത് ഇതിൽ സെക്കൻഡ് ഹാഫിലേക്ക് പോകുമ്പോഴത്തേക്കും നമ്മുടെ മെയിൻ ആളൊക്കെ വരും. നമ്മുടെ ലാലേട്ടനൊക്കെ വന്ന് കസറി പൊളിച്ച് സംഭവമൊക്കെ ഉണ്ട്. മമ്മൂക്ക അത്യാവശ്യം അല്ലെ, മമ്മൂക്കയുടെ പോർഷൻസ്, മമ്മൂക്ക കുറച്ച് വയ്യായി ഉണ്ടെങ്കിൽ തന്നെ മമ്മൂക്കയുടെ പോർഷൻസ് ഒക്കെ മമ്മൂക്ക ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതെ, ഫഹദിന്റെ പരിപാടി ഫഹദിനെ കുറച്ച് അലർച്ച, കുറച്ച് ഫഹദിന് ഏറ്റവും കൂടുതൽ ഉള്ള ഒരു വികാരമുണ്ട്. ഈ സാധനമാണ് കൂടുതലുള്ളെങ്കിലും ആണ്. പക്ഷെ ഫഹദിന്റെ പോർഷൻ സൂപ്പറാക്കി, കുഞ്ചാക്കോവിന്റെ പോർഷനൊക്കെ സൂപ്പറാക്കി. പടം ഞാൻ പറഞ്ഞല്ലോ, മഹേഷ് നാരായണൻ പണി വെച്ചിരിക്കുന്നത് മഹേഷ് നാരായണന്റെ വ്യൂ പോയിന്റിൽ ഒരു സ്റ്റോറി ഉണ്ട്. ആ സ്റ്റോറി തമിഴിലും തെലുങ്കിലും അങ്ങ് ഹോളിവുഡിലേക്ക് നമ്മൾ കണ്ടിട്ടുള്ള സ്റ്റോറി ആണെങ്കിലും മലയാളത്തിൽ അത് പുതുമയാണ്. മലയാളത്തിൽ ആദ്യമായിട്ടാണെന്നുള്ളതാണ് എൻ്റെ ഒരു കാര്യം. മേക്കിങ്ങിൽ സംഭവം കൊള്ളാം, അത്യാവശ്യം നല്ല മേക്കിംഗ് ഒക്കെയാണ്. പക്ഷേ എനിക്ക് ചോദിക്കാനുള്ളത്, 18 വർഷങ്ങൾക്ക് ശേഷം ലാലേട്ടനെ മമ്മൂക്കനെ ഒരുമിച്ച് കൈ കിട്ടിയിട്ട് ഇത് മറ്റേ സലീം കുമാർ മറ്റേ മീശോനുള്ള ആ സിനിമയുടെ പേരാണ് കല്യാണമാണ്, വെൽക്കം എന്ന് എഴുതാൻ പറയുമ്പോഴത്തേക്കും മഹേഷ് നാരായണന്റെ കയ്യിൽ വെൽക്കം എഴുതാൻ കൊടുത്തിരിക്കുക. അപ്പൊ പറഞ്ഞത് ലാലേട്ടനുണ്ട് മമ്മൂക്കയുണ്ട്. അപ്പൊ മഹേഷ് നാരായണൻ എഴുതി വന്നപ്പോഴത്തേക്ക് അത് മിൽക്കോ ആയിപ്പോയി. അതാണ് സംഭവം. എനിക്കങ്ങനെ ഫീൽ ചെയ്തേക്കുന്നത്. കാരണം രണ്ടുപേരെ കൈ കെട്ടിയിട്ട് ഈശ്വരാ ഞാൻ ഇവരൊക്കെ എന്തൊക്കെ ചെയ്യും എന്നാണ് മഹേഷ് നാരായണന്റെ ഔട്ടെന്ന് തോന്നുന്നു. 3 മണിക്കൂറുള്ള പടത്തിന് ഇനി ഞാൻ എൻ്റെ അന്യ മൂഡിലേക്ക് വരികയാണ്. കാരണം പിന്നെ ഒരു കാര്യമുണ്ട്, അമ്പി മൂഡിൽ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. മേക്കിംഗ് സൂപ്പറാണെന്ന് പറഞ്ഞ പോലെ സുഷിന്റെ BGM പക്കയാണ്. ടെക്നിക്കലി പടം സൂപ്പർബാണ്. അതുകൊണ്ട് തന്നെയാണ് 3 മണിക്കൂർ ഉണ്ടായിട്ടും ഒരു ആവറേജ് എബോ ആവറേജ് എന്ന് എനിക്ക് പറയാൻ തോന്നിയത്. അതിനപ്പുറത്തേക്ക് ഇനി അന്യ മൂഡാണ്. മിസ്റ്റർ മഹേഷ് നാരായണൻ ഒരു ഇൻഡസ്ട്രിയിലെ 2 സൂപ്പർ സ്റ്റാർസിനെ നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ട് നിങ്ങൾക്ക് അവരെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയാൻ വയ്യാന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എത്ര സ്റ്റോറി ടെല്ലിംഗ് ആണ്, ഞങ്ങളുടെ കഥാപരമായിട്ടുള്ള രീതി, അങ്ങനൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. കാരണം ഞങ്ങൾ വർഷങ്ങളായിട്ട് ലാലേട്ടനെ മമ്മൂക്കനെയും കണ്ട് ശീലിച്ചിട്ടുള്ള ആൾക്കാരാണ്. നമ്മൾ ഒന്നിച്ചു 18 വർഷങ്ങൾക്ക് ശേഷം ഒന്നിച്ചു വരുക. അപ്പൊ നമ്മൾ തിയേറ്ററിൽ പോയി ഇരിക്കുമ്പോഴത്തേക്കും ഇത് മഹേഷ് നാരായണന്റെ പണ്ണനാണല്ലോ, അങ്ങനെയാണെങ്കിൽ മഹേഷ് നാരായണന്റെ വ്യൂ പോയിന്റിൽ ഈ സിനിമ കണ്ട് ആസ്വദിക്കാം എന്നൊന്നും നമുക്ക് തോന്നൂല. ഇനി ഇപ്പൊ ഈ പടത്തിന് അത്ര എക്സ്പെക്ടേഷൻ ഇല്ല, അല്ലെങ്കിൽ വലിയ ഒരു കിടിലൻ ഡയറക്ടർ ഒന്നുമല്ല, സ്റ്റോറി ബേസ്ഡ് ആയിട്ടുള്ള മൂവിയാണെന്ന് പറഞ്ഞാലും പടം കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ലാലേട്ടനും മമ്മൂക്കയും വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്ന ഒരു തോന്നലുണ്ടാവും. ഇവിടെ ലാലേട്ടൻ വരുന്നു, ലാലേട്ടൻ്റെ ഇൻട്രോ കിടിലൻ കത്തിച്ച്. ഇപ്പൊ ഇവളൊരു ഭയങ്കര മമ്മൂക്ക ഫാനാണ്, ഞാനത് പറയുന്നുണ്ടായിരുന്നു. ഈ പടത്തിൽ ഏറ്റവും ബെസ്റ്റ് ഇൻട്രോ, ഏറ്റവും ബെസ്റ്റ് സ്ക്രീൻ സ്പേസ്, അല്ലെങ്കിൽ വന്ന് അഴിഞ്ഞാടുന്ന സത്യം പറഞ്ഞാൽ ലാലേട്ടനാണ്. കാരണം എസ്പെഷ്യലി ലാലേട്ടൻ ഇൻട്രോ കഴിഞ്ഞിട്ട് ഫൈറ്റ്, കാരണം പടത്തിൽ ഒരു 4-5 ഫൈറ്റ് ഉണ്ട്. ഇതിൽ ഏറ്റവും ബെസ്റ്റ് ഫൈറ്റ് നമുക്ക് ഫീൽ ചെയ്യുന്ന ഫൈറ്റ് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടന്റെ ഫൈറ്റ് ആണ്. ലാലേട്ടന്റെ ഫൈറ്റ് നിങ്ങൾ പടം കാണുന്നു, അയ്യോ അത് മാസ്കിങ് ആണെന്നുള്ളത് നമുക്ക് ഓൾമോസ്റ്റ് മനസ്സിലാവും. അത് മമ്മൂക്കൊക്കെ വയ്യാത്തതുകൊണ്ട് മാസ്കിങ് ആണ് ആ ഫൈറ്റ്. അത് അത്യാവശ്യം ടെക്നിക്കലി നോളജ് ഉള്ള ആൾക്കാർക്ക് മനസ്സിലാവും അത് മാസ്കിങ് ഫൈറ്റ് ആണെന്നുള്ളത്. അത് പോട്ടെ, പക്ഷെ എന്നാലും അത് ഇരുട്ടത്തായതുകൊണ്ട് വലിയ കുഴപ്പമില്ല, മാസ്കിങ് വലുതായിട്ട് അറിഞ്ഞിട്ടില്ല. എനിവേ അത് മമ്മൂക്കൊക്കെ വയ്യാതെ വന്നതിന് ശേഷം മമ്മൂക്ക അഭിനയിച്ച കുറെ പോർഷൻസ് ഉണ്ടെങ്കിൽ തന്നെ മമ്മൂക്ക അദ്ദേഹത്തിന്റെ മാക്സിമം എഫേർട്ട് തന്നെ അത് ചെയ്യണം. നമുക്ക് പറഞ്ഞിരിക്കാൻ പറ്റില്ല, കാരണം അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം. ഈവൻ ഫൈറ്റ് ആണെങ്കിൽ തന്നെ മമ്മൂക്ക അത്യാവശ്യം നന്നായിട്ട് തന്നെ അവിടെ പണിയെടുത്ത് ചെയ്തിട്ടുണ്ട്. പക്ഷെ ലാലേട്ടന്റെ ഇൻട്രോ ആയിട്ടും ലാലേട്ടന്റെ ആ ഒരു സ്ക്രീൻ സ്പേസ് പ്രസൻസ് ആയിട്ട് വേറെ ആർക്കും ഒന്നും മീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അത് പുള്ളി പൊളിക്കുകയാണ്, പുള്ളി കിടന്ന് ഇങ്ങനെ അഴിഞ്ഞാടുകയാണ്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഈ അഴിഞ്ഞാട്ടത്തിനൊക്കെ മഹേഷ് നാരായണൻ വന്നിട്ട് അന്ന് അത്രയ്ക്ക് അങ്ങോട്ട് അഴിഞ്ഞാടണ്ട, ഞാനിപ്പോ നിർത്തിച്ചു തരാം, പുള്ളിക്ക് ഒരുമാതിരി ഈഗോ അടിച്ച പോലെ. അതാ പറഞ്ഞ ബൊക്കോളം അങ്ങോട്ട് വളരെ മെനക്കെടുത്താനായിട്ട്. വീണ്ടും ഞാൻ പറയാണ്, കഥയിൽ ഒരു പക്ഷേ ഇതൊക്കെ ഡിമാൻഡ് ചെയ്യുന്നുണ്ടെന്നൊക്കെ വേണമെങ്കിൽ ഡയലോഗ് അടിക്കുമ്പോഴത്തേക്ക് നമുക്ക് പറയാം. അങ്ങനെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നമ്മൾ സിനിമ തിയേറ്ററിൽ പോയി കാണുമ്പോഴത്തേക്ക് നമുക്ക് ആസ്വാദനം വേണ്ട. നമുക്ക് ഈ 3 മണിക്കൂറുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ 3 മണിക്കൂറിനകത്ത് ലാലേട്ടന്റെ പോർഷൻ അല്ലാണ്ട് നമുക്ക് കൈയടിക്കാനൊരു സീൻ ഉണ്ടായിരുന്നു? ഇവൻ മമ്മൂക്കൊക്കെ പോലും കൈയടിക്കാനായിട്ടൊരു സീൻ വരുന്നില്ല. അത് അതിശയപ്പെടുത്തിയ കാര്യം അതാ. ഫഹദ് ഇവരെ പറ്റി പറയുന്ന കുറച്ച് പോർഷൻസ് ഉണ്ട്, അപ്പൊ നമുക്ക് കുറച്ച് കൈയടി വീഴുന്നുണ്ട്. അത് ഫഹദ് പറയുമ്പോഴേ കൈയടി വീഴുന്നേ, അല്ലാണ്ട് മറ്റേ ഇവരുടെ പരിപാടി കാണിക്കുമ്പോഴല്ല. പിന്നെ മെയിൻ ആയിട്ട് നമുക്ക് തോന്നിച്ചാൽ ഇവരുടെ രണ്ടുപേരുടെ ഇമോഷണൽ ബോണ്ടിങ് ഉണ്ടല്ലോ, നമ്മൾ പ്രേക്ഷകരായിട്ട് കണക്ട് ആവണം. ആ കണക്ഷൻ പടത്തില് കുറവാ. നമുക്ക് അതാ മനസ്സിലാവാത്ത. കാരണം
ഇൻസിഡന്റ് പറഞ്ഞു ചെല്ലുമ്പോ പോലും എന്താ മഹേഷ് നാരായണ ഒരു ബോണ്ട് ഇല്ല. ആ സത്യം നമുക്ക് നമ്മളുമായിട്ട് കണക്ട് ആവുന്നില്ല. ഒരു ഇമോഷണൽ എങ്ങനെയും വരുന്നില്ല. സത്യം പറഞ്ഞ ഈ പടത്തില് ഒട്ടും വയ്യാത്ത മഹേഷ് നാരായണ തോന്നുന്നു. പുള്ളി സ്ക്രിപ്റ്റിൽ ഭയങ്കര പുള്ളി എനിക്ക് തോന്നുന്നു മനഃപൂർവ്വം മമ്മൂക്കക്കും ഹൈ മൊമെന്റ്സ് കൊടുക്കേണ്ട ആവശ്യമില്ല, അതായത് കൊടുക്കത്തില്ല എന്ന് പുള്ളി ഈഗോ അടിച്ച് ചെയ്യാതിരുന്നപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് ഒരു ഒരു ഡയറക്ടറിന് അറിയാൻ പാടില്ലേ. ഇപ്പൊ മലയാളത്തിൽ ഇപ്പൊ നമ്മൾ തിയേറ്ററിൽ പോകുമ്പോഴത്തേക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള കുറച്ച് പരിപാടിയാണെന്നോ അല്ലെങ്കിൽ ഇവർ ഒരുമിച്ചുള്ള പരിപാടിയാണെങ്കിൽ തന്നെയും നമുക്കതൊരു നരസിംഹം വേണമെന്നോ അല്ലെങ്കിൽ 2020 വേണമെന്നൊന്നും നമ്മൾ പറയുന്നില്ല. അത്രയും നമുക്ക് വേണ്ട. നമുക്കൊരു മിനിമം ഒരു അത്യാവശ്യം ഒരു ക്ലാസ് ഐറ്റം നമ്മുടെ മുന്നിലേക്ക് കൊണ്ടെത്താ. മിനിമം അത്രയെങ്കിലും വേണ്ടേ? നമ്മുടെ ഒരു ഏറ്റവും കുറഞ്ഞ നമുക്കൊരു ലൂസിഫറെങ്കിലും കൊണ്ടെത്താ. ലൂസിഫറൊക്കെ അങ്ങ് അറ്റത്തെ സാധനമാണ് എങ്കിൽ തന്നെയും നമ്മൾ വിചാരിക്കുന്നത് അങ്ങനത്തെ ഒരു ക്ലാസ് അവരോട് പിടിച്ചാൽ മതി. നമുക്കൊരു ക്ലാസ് പരിപാടി വേണം. നമുക്ക് അതിനപ്പുറത്തേക്കൊന്നും വേണ്ട. ഇപ്പൊ മറ്റേ മീശ പിരിച്ചിട്ടുള്ള അടിയോ മുണ്ട് മടക്കത്തുള്ള പരിപാടിയോ അല്ല കസറ ഇംഗ്ലീഷ് ഡയലോഗ് ഒന്നും നമുക്ക് വേണ്ട. നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള സാധനം തന്നാൽ മതി. അതിൽ മഹേഷ് നാരായണൻ പരാജയപ്പെട്ടു എന്ന് തന്നെയാണ് പറയേണ്ടി വരുന്നത്. മനുഷ്യൻ നിങ്ങൾ മേല നിങ്ങൾ മമ്മൂക്കിനെ മോഹൻലാലിനെ വെച്ച് പടം എടുക്കരുത്. കാരണം നിങ്ങളല്ല കുഞ്ചാക്കോനും ഭഗത് ഫാസിലിനൊക്കെ വെച്ച് എടുത്തോ കുഴപ്പമില്ല. നിങ്ങൾ അവർ എന്ത് ചെയ്താലും നമുക്ക് ഒരു വിഷയം വരുന്നില്ല. പക്ഷെ ഇവർ തൊട്ട് കളിച്ചാൽ നമുക്കത് അത് നയൻതാരയെ കൊണ്ടുപോകുന്നു. എന്താണ് നയൻതാരൊക്കെ അവിടെ ഡേറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് വെറുതെ വന്നത്? എനിക്ക് ഏറ്റവും കൂടുതൽ പുള്ളിക്കാരത്ത് വന്ന എനിക്ക് ഏറ്റവും കൂടുതൽ കഷ്ടം തോന്നുന്നത് ഗ്രേസ് ആനയുടെ കാര്യത്തിലാണ്. പുള്ളി അത്യാവശ്യം പുള്ളിക്കാരത്ത് മലയാളത്തിൽ അറിയപ്പെടുന്ന നടിയല്ലേ, ഒരു ഡയലോഗ് കൊടുക്കല്ലോ പുള്ളിക്കാരത്തേക്ക്. അതെ ഇതേ ഉള്ളൂ പുള്ളിക്കാരത്തെ ഡയലോഗ്. പിന്നെ കുറച്ച് ആൾക്കാർ നമ്മൾ ഇന്റർവെൽ വരെ പടം കണ്ടപ്പോഴത്തേക്ക് നമുക്ക് തോന്നിയൊരു സാധനമുണ്ട്. പിന്നെ പടത്തിന്റെ ഒരു ഞാൻ പറഞ്ഞില്ല ഇന്റർവെൽ വരെ നമ്മൾ കാണുമ്പോഴത്തേക്ക് ഒരു മെയിൻ തീമുണ്ട്. ആ തീം ആൾക്കാരെ ജനങ്ങളെ എങ്ങനെ എഫക്ട് ചെയ്യുന്നു എന്നുള്ളത് കാണിക്കുന്നേ ഇല്ല. നമുക്ക് ബുദ്ധിമുട്ട് തോന്നുന്ന കാര്യം അതാ. അപ്പൊ നമുക്ക് നോക്കുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് ഇത് എങ്ങനെ എഫക്ട് ചെയ്യുന്നുള്ളത് നമുക്ക് കാണാൻ വയ്യ. ഇത് അതാ പറഞ്ഞത്, നമുക്ക് പടത്തിന്റെ മെയിൻ തീമിന് ഇന്റർവെൽ ആയപ്പോഴത്തേക്ക് മാറിപ്പോയിട്ട് മറ്റേ റിവഞ്ചാണ്. 2 റിവഞ്ച് ഉണ്ട്. ഒന്നും മഹേഷ് നാരായണൻ നമ്മളോട് റിവഞ്ച് ചെയ്യും, അതായത് മറ്റേ മമ്മൂക്ക മോഹൻലാൽ അങ്ങനെ കസറണ്ട എന്ന് വെച്ച് പുള്ളി റിവഞ്ച് എടുക്കും. പിന്നെ പടത്തിന്റെ മൂഡ് മൊത്തം മാറിയിട്ട് അത്ര നാളൊരു സ്പൈ മൂവി ഉണ്ടായിരുന്നൊരു പടം മൊത്തത്തിൽ മാറിയിട്ട് വേറൊരു മൂഡിലേക്ക് പോവുകയും ചെയ്തു. ഓവറോൾ ഇതൊക്കെ തന്നെയാണെങ്കിലും ടെക്നിക്കലി പടം ഭയങ്കര ടോപ്പ് നോച്ചാണ്. അതുകൊണ്ട് പടം തിയേറ്ററിൽ പോയിരുന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ആവറേജ് സാധനം കിട്ടും. ലാലേട്ടന്റെ മമ്മൂക്കയുടെയും കുറച്ച് സീൻസ് ഉണ്ട്, എസ്പെഷ്യലി ലാലേട്ടന്റെ കുറച്ച് നല്ല കിടലൻ സീൻസ് ഉണ്ട്. പടം കണ്ട് നമുക്ക് ആസ്വദിക്കാനായിട്ടുള്ള ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ്വദിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇത് മതിയോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പോരാ. നമുക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഇത് മതിയോന്ന്. കാരണം നമ്മൾ പറഞ്ഞല്ലോ സ്ക്രീനിൽ ആരാ, ലാലേട്ടന്റെ മമ്മൂക്കയാ. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് എക്സ്പെക്ട് ചെയ്ത് പോകുന്നു. മഹേഷ് നാരായണൻ ഏറ്റവും ആദ്യം ഒന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ പടം കാണുന്നത് നമുക്ക് കുറച്ചത് ഗുഡ് ആയിരിക്കും. എനിക്ക് ഇത്രേ പറയാനായിട്ടുള്ളൂ. വേറെ കുറെ പറയാനായിട്ട് തോന്നും, പക്ഷെ അത് സ്പോയിലർ ആയതുകൊണ്ട് ഒന്നും പറയുന്നില്ല എന്ന് മാത്രം.